വെൽക്കം ബാക്ക് ടു വീനസ് ബുട്ടീക്ക്. അപ്പം നമ്മളിന്ന് ക്യുക്കായിട്ട് കുറച്ച് ദുപ്പട്ടാസ് കാണാൻ പോവാണ്. ജസ്റ്റ് 200 റുപ്പീസ് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ കാണിക്കാൻ പോകുന്ന നെറ്റ് ദുപ്പട്ടാസിന് നമുക്ക് ഉടനെ തന്നെ കണ്ടുപോകാം. നമ്മളിന്ന് കുറച്ച് നെറ്റ് ദുപ്പട്ടാസാണ് കാണാൻ പോകുന്നത്. ജസ്റ്റ് 200 റുപ്പീസ് മാത്രമേ ഉള്ളൂ. സീക്വൻസ് വർക്കുള്ള നെറ്റിൽ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ സീക്വൻസ് വർക്ക് വന്നിട്ടുള്ള നെറ്റ് ദുപ്പട്ടാസാണ്. ഇങ്ങനെ ആയിരിക്കും ദുപ്പട്ടായുടെ ഒരു ലുക്ക് വരുന്നത്. എൻഡിൽ ഇതുപോലെ തന്നെ ടാസൽസ് കൊടുത്തിട്ടുണ്ട് 4 എൻഡിലും. സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് എന്താ പറയുക, കുറച്ച് ലൗഡായിട്ടുള്ള സീക്വൻസ് വർക്കുള്ള സ്പാർക്ലിംഗ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. അപ്പോൾ നമുക്കിങ്ങനെ തട്ടമൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. എസ്പെഷ്യലി തട്ട ഇടുന്നവർക്ക് ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ട്. ബ്യൂട്ടിഫുൾ ദുപ്പട്ടയാണ്. അപ്പോൾ നമുക്ക് അടുത്ത കളറിലേക്ക് കിടക്കാം. ഇതിന് ജസ്റ്റ് 200 റുപ്പീസ് മാത്രമേ ഉള്ളൂ. ഷിപ്പിംഗ് ചാർജ് 40 റുപ്പീസ് ആയിരിക്കും. 3 ദുപ്പട്ടയ്ക്ക് മുകളിൽ എടുക്കുന്നവർക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ തട്ടം എടുത്ത് പറയാൻ കാരണം ഇതിൻ്റെ ലെങ്ത്ത് ഒരു 2.10 മീറ്റേഴ്സാണ്. അപ്പം എസ്പെഷ്യലി തട്ടമിടുന്നവർക്കായിരിക്കും കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഇപ്പോൾ കഴുത്തിലൊക്കെ ഇടുന്നവർക്ക് സെറ്റായിരിക്കും. ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഇപ്പം ഡ്രസ്സിൽ വർക്കൊന്നും കാണുന്നില്ല, അങ്ങനത്തെ ഒരു തട്ടമൊക്കെ ഇടുന്നവർക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ഷൈനൊക്കെ ഉള്ള സ്പാർക്ലി ആയിട്ടുള്ള ദുപ്പട്ടാസ് എടുക്കാം. സോ നമുക്ക് അടുത്ത കളറിലേക്ക് പോവാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ കളറാണ്. നേരത്തെ കണ്ടത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സട്ടിൽ പേസ്റ്റൽ ഗ്രീൻ കളറായിരുന്നു. ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഒലിവ് ഗ്രീൻ കളറായിരുന്നു. ഇതിപ്പോൾ ഒരു മെറൂൺ കളറാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തട്ടമൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും. സോഫ്റ്റ് നെറ്റാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറന്നിരിക്കില്ല, ഒതുങ്ങിയിരുന്നോളൂ. ഇങ്ങനെ ഇട്ടാൽ ഇങ്ങനെ ഇരുന്നോളൂ. നല്ല രസമുണ്ട്. ജസ്റ്റ് 200 റുപ്പീസ് പ്ലസ് ഷിപ്പിംഗ് ചാർജാണ്. 3 ദുപ്പട്ടയ്ക്ക് മുകളിൽ എടുക്കുന്നവർക്ക്. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. ഇതൊരു എന്താ പറയുക, ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ കളറാണ്. ബ്യൂട്ടിഫുൾ ആണ്. അടുത്തതിലേക്ക് പോവാം. എല്ലാം വിടർത്തി കാണിക്കേണ്ട ആവശ്യമില്ലായിരിക്കും, എങ്കിൽ പോലും ചിലർക്കത് അങ്ങനെ കാണുമ്പോഴാണ് ഒരു സാറ്റിസ്ഫാക്ഷനുള്ളൂ. അപ്പം ഇങ്ങനെ ഇരിക്കും. ഇതെല്ലാം സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നതാണ് കേട്ടോ. കാണാൻ പറ്റും. ബ്യൂട്ടിഫുൾ ആണ്. ഇതിപ്പോൾ വൈറ്റ് കളറാണ്. വൈറ്റ് ഷെയ്ഡ് ദുപ്പട്ടാസ് ഒന്നും നമ്മൾ കൊണ്ടുവരുന്നില്ല എന്നൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ വൈറ്റിലാണ് വന്നിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ജസ്റ്റ് 200 റുപ്പീസാണ്. ഇതിപ്പോൾ ഒരു ഗ്രേ ഷെയ്ഡാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു തട്ടം ലുക്കിനൊക്കെ ബെസ്റ്റായിരിക്കും. ഇങ്ങനെ ഇരിക്കും. അടുത്തയിലേക്ക് കിടക്കാം. ഇത് മടക്കി വയ്ക്കൽ ഇച്ചിരി സീനാണ് കേട്ടോ, എങ്കിലും സാരില്ല. ബ്യൂട്ടിഫുൾ കളേഴ്സൊക്കെയാണ്. എല്ലാം സെയിം സ്പെസിഫിക്കേഷനാണ്. നിങ്ങൾക്ക് ജസ്റ്റ് എല്ലാ കളേഴ്സും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. ബ്യൂട്ടിഫുൾ ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് ഗ്രീൻ കളറാണ്. നല്ല ഒരു മാംഗോ യെല്ലോ ഷെയ്ഡാണ് അടുത്തത്. ബ്യൂട്ടിഫുൾ ആണ്. അടുത്തത് ഒരു പിങ്ക് ഷെയ്ഡാണ്. അടുത്തത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡാണ്. ഇതിനെ ഒരു പേസ്റ്റൽ പിങ്ക് എന്നോ മൗ ഷെയ്ഡ് എന്ന് വിളിക്കാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ്. സോഫ്റ്റ് നെറ്റാണ്. ജസ്റ്റ് 200 റുപ്പീസ് മാത്രമേ ഉള്ളൂ. 3 ദുപ്പട്ടാസിന് മുകളിൽ എടുക്കുന്നവർക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പീസ് വരുന്നത് ബ്ലാക്ക് ആണ്. ബ്യൂട്ടിഫുൾ ആൻഡ് എലഗൻറ്റ് ബ്ലാക്ക് പിന്നെ പറയണ്ടല്ലോ, എപ്പോഴും എലഗൻസ് ആണ്. എല്ലാ കളേഴ്സും നല്ല ഭംഗിയുണ്ട്. ആൻഡ് ഒരു കാര്യം പറയാൻ പറഞ്ഞത്, ഇതിൻ്റെ എൻഡിലായിട്ട് സാറ്റൻ്റെ ഒരു ലേസ് പോലെയാണ് ബോർഡർ
കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. എൻഡിൽ 4 വശത്തും ടാസിൽസ് വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ദുപ്പട്ടാസ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് DM ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് 200 rupees ഉള്ളൂ. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ള ദുപ്പട്ടാസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ. പിന്നെ എനിക്കൊരു സജഷൻ ഉള്ളത്, വാഷ് ചെയ്യാതിരിക്കാം. എത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ദുപ്പട്ടയാണെങ്കിലും നമ്മൾ വാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാനൊരു 600 rupeesൻ്റെ ഒരു ദുപ്പട്ട വാങ്ങിയിട്ടുണ്ട്. പ്ലെയിൻ നെറ്റ് കോട്ട ഫാബ്രിക്കിലെ ദുപ്പട്ടയായിരുന്നു. അത് ഞാൻ വാങ്ങി ഒരു 4-5 പ്രാവശ്യം യൂസ് ചെയ്തിട്ടാണ് കൊണ്ട വെള്ളത്തിൽ മുക്കിയത്. അത് പ്രീമിയം ആയിരുന്നു. സാധാരണ ഒരു ദുപ്പട്ട, ഒരു 600 rupees, ഒരു വർക്കും ഇല്ല. നെറ്റ് കോട്ട ഫാബ്രിക് ആയിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക്കായിരുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അത് കൊണ്ട് ഞാൻ വെള്ളത്തിൽ മുക്കിയെടുത്തു. അതിൻ്റെ പണി തീർന്നു കിട്ടി. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്നിട്ടും ഞാൻ പഠിക്കാതെ കുറേ പ്രാവശ്യമൊക്കെ വെള്ളത്തിലൊക്കെ മുക്കിയിട്ടുണ്ട്. ഈ അമ്പലത്തിലൊക്കെ പോകുന്ന സമയത്തൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുമ്പോൾ നിങ്ങൾ വെള്ളത്തിൽ മുക്കാതിരിക്കുക. ഇറ്റ്സ് ബെറ്റർ. നമ്മൾ കാറ്റത്തോ വെയിലത്തോ ഒക്കെ ഇട്ട് ഉണക്കിയെടുക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. സോ വെള്ളത്തിലൊക്കെ ഇട്ട് എന്താ പറയുക, അതിൻ്റെ ആ ഒരു ഇത് കളയണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ഇറ്റ്സ് മൈ സജഷൻ. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.